ഹലോ ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഉഗ്രൻ സാധനമാണ് കാണിച്ചു തരാൻ പോകുന്നത്. എന്താ അറിയോ, നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം എത്ര സ്റ്റോക്സ് ഉണ്ടെന്നറിയോ? എത്ര കമ്പനികൾ ലിസ്റ്റഡ് ആണ്? ഏകദേശം 5000-ഓളം സ്റ്റോക്സ് NSEയിലും BSEയിലൊക്കെ ആയിട്ട് ലിസ്റ്റഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്സിൽ നിന്ന് എങ്ങനെയാണ് നല്ല സ്റ്റോക്സുകൾ തിരഞ്ഞെടുക്കുക? നല്ലതെന്ന് പറയുമ്പോൾ ടെക്നിക്കലി, അതായത് ഇപ്പം ട്രെൻഡി ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രെൻഡ് പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അല്ലേ? അങ്ങനെ ട്രെൻഡ് എങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റോക്സ് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിൽട്ടർ, ഒരു ഡൈനാമിക് വൺ ക്ലിക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഞാൻ പരിചയപ്പെടുത്താം. ആ ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ലെവൽസൊക്കെ നോക്കി ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നല്ല ട്രേഡുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ടൂളാണ്, അതായത് ഡൈനാമിക് വൺ ക്ലിക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇത് ഷേർഖാൻ്റെ ട്രേഡ് ടൈഗർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഷേർഖാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. വളരെ ലൈവും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉഗ്രൻ ടൂളാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആ ടൂൾ എന്ന് പറയുന്നത് ഡൈനാമിക് വൺ ക്ലിക്ക് ഫിൽറ്ററാണ്. എന്താണ് ഈ ഡൈനാമിക് വൺ ക്ലിക്ക് ഫിൽറ്റർ? ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ഇവിടെ വന്നു. ഈ ബോക്സിൽ നമുക്ക് ചില കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ട്രെൻഡിങ് എന്ന് പറയുന്നത്. ഇതിലെന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല സ്റ്റോക്സുകൾ, ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്തെടുത്ത് നമുക്ക് കാണിച്ചു തരും. ഐഡൻറ്റിഫൈ ഷെയർസ് വിച്ച് ഇസ് ട്രെൻഡിങ്, കണ്ടോ? ആക്റ്റീവ് ബൈ പ്രൈസ് പ്ലസ് വോളിയം ഇൻ ലൈവ് ട്രേഡിംഗ് സെഷൻ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എക്സാമ്പിൾ സഹിതം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ട്രെൻഡിങ് സ്റ്റോക്സ് കിട്ടുന്നതെന്ന്. അപ്പോൾ ട്രെൻഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് റൺ എന്ന് കൊടുക്കുക, കണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു പേര് നമുക്കത് എൻ്റർ ചെയ്തിടാം. എന്തെങ്കിലും ഒരു പേര്, കണ്ടോ? എന്തെങ്കിലും ഒരു പേര് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യണം. ഡു യു വിഷ് ടു റൺ സെലക്റ്റഡ് കണ്ടീഷൻ? യെസ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കണ്ടോ? അത് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് എൻറ്റയർ യൂണിവേഴ്സിൽ നിന്ന്, ഈ സ്റ്റോക്സിൻ്റെ യൂണിവേഴ്സിൽ നിന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കും, ലൈവായിട്ട് പിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിലെന്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഓരോ സ്റ്റോക്കിനും എന്ത് കണ്ടീഷൻ വെച്ചിട്ടാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്, അല്ലേ? വോളിയം എബോവ് ലാസ്റ്റ് 2 വീക്സ് ആവറേജ്, അത് ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള സ്റ്റോക്സ്, ടോപ്പ് ലൂസർ ആയിട്ടുള്ളതും വരും ഇതിനകത്ത്. അപ്പോൾ ട്രെൻഡിങ് എങ്ങനെയാണ് ട്രെൻഡിങ് ആവുന്നത് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് 1-2 പാരാമീറ്റേഴ്സ് നമുക്ക് കയറ്റി ഇങ്ങോട്ട് നീക്കിയിടാം. അതായത് പെർസെൻറ്റേജ് ചേഞ്ച്, എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഇന്ന് വന്നിട്ടുണ്ട്, അപ്സ് ഓർ ഡൗൺസ് വന്നിട്ടുണ്ട്, എത്ര ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്, യെസ്റ്റർഡേയ്സ് ക്ലോസിംഗ് പ്രൈസുമായിട്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് അപ്പായിട്ടുണ്ട്, ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൂടെ കാണിച്ചു തരും. ഇങ്ങനെ കുറേ സ്റ്റോക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം തന്നെ ഒരു ഫ്രഷ് മാർക്കറ്റ് വാച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബ്ലാങ്ക് മാർക്കറ്റ് വാച്ച്, ലോക്കൽ മാർക്കറ്റ് വാച്ചും ഗ്ലോബൽ മാർക്കറ്റ് വാച്ചും. ലോക്കൽ മാർക്കറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലാണ്, നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ. ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ ഷേർഖാൻ്റെ സെർവറിലാണ്. അപ്പം ലോക്കൽ മാർക്കറ്റ് വാച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് ആഡ് ഓൾ ദി സ്ക്രിപ്റ്റ്സ് ടു മാർക്കറ്റ് വാച്ച്, കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സ്റ്റോക്സും എവിടെ വന്നു കഴിഞ്ഞു? ഈ നമ്മുടെ മാർക്കറ്റ് വാച്ചിൽ വന്നു കഴിഞ്ഞു, കണ്ടോ? എന്തൊക്കെയുണ്ട്? NSEയിലാണ്. എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ന്യൂസാണെന്നുള്ളത് കിട്ടും. പിന്നെ സ്ക്രിപ്റ്റ് നെയിം ഉണ്ട്, സെക്ടർ, ഏത് സെക്ടർ, ചില സ്റ്റോക്സുകളൊക്കെ നമുക്ക് പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ
അത് ഏത് സെക്ടറിലാണ്, ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വേണ്ട. എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ കിട്ടും. അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസാണ് ഈ കാണിക്കുന്നത്. ഉണ്ടോ? നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടേക്കാം. ബിഡ് പ്രൈസ്, ഓഫർ പ്രൈസ് എല്ലാം തന്നെ ഉണ്ട്. കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഇതിന് പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട്. ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു എക്സൽ ഷീറ്റ് പോലെ മാനേജ് ചെയ്യാം കേട്ടോ. നമുക്ക് ഡിഫറൻസ് എടുത്ത് നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുവരാം. എത്ര എമൗണ്ടാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എത്ര പെർസെൻറ്റേജ് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്തതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഒറ്റ ക്ലിക്ക് കൊണ്ട് ഇതിങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോർട്ട് ചെയ്ത് വേണം. ഇന്ന് 20% ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുള്ളതാണ് ടെറാസോഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനി. അതേപോലെ മാരത്തോൺ, IFB ഇന്ത്യ, ഇതൊക്കെ നസാര ടെക്, ഇതൊക്കെ KNR കൺസ്ട്രക്ഷൻ ഒരു ദിവസം കൊണ്ട് ഇത്രയും പെർസെൻറ്റേജ് കൂടിയിട്ടുള്ളതാണ് ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം, അല്ലേ? അപ്പോൾ അങ്ങനെ ട്രെൻഡിങ് സ്റ്റോക്സുകൾ ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിന് ഞാൻ കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡിങ് ഉള്ള സ്റ്റോക്സുകൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇതേപോലെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്താണെന്നറിയോ, ഇതേപോലെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഓരോരോ വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. Okay, thank you. Investment in securities market are subject to market risks. Read all the related documents carefully before investing.